ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ജിയോഗ്രഫി കാലാവസ്ഥ എന്ന 4ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. മൺസൂണിനെ പറ്റി കൂടുതൽ അറിയാം. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ നിരീക്ഷിച്ചു പോരുന്ന ഒരു പ്രധാന കാലാവസ്ഥാ പ്രതിഭാസമാണ് ഈ മൺസൂൺ. ശാസ്ത്രലോകത്തിന് ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പ്രക്രിയയാണിത്. മൺസൂണിൻ്റെ യഥാർത്ഥ സ്വഭാവവും അതിൻ്റെ കാരണങ്ങളും കണ്ടുപിടിക്കാൻ ധാരാളം ശാസ്ത്രീയ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലും മൺസൂണിനെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ ശേഷിയുള്ള ഒരു സിദ്ധാന്തവും ഇതുവരെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മൺസൂൺ എന്നത് വെറും ഒരു പ്രാദേശികമായിട്ടുള്ള മഴയല്ല, മറിച്ച് എന്താണിത്? ഇതൊരു ആഗോളതലത്തിലുള്ള പ്രതിഭാസമാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെ മഴയെക്കുറിച്ച് വിശദമായി പഠിച്ചതുകൊണ്ട് മൺസൂണിൻ്റെ സവിശേഷതകളും അതിന് പിന്നിലെ കാരണങ്ങളും വ്യക്തമാക്കി മനസ്സിലാക്കാൻ നമുക്ക് ഏറെക്കുറെയൊക്കെ സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൺസൂണിൻ്റെ യഥാർത്ഥ സ്വഭാവവും കാരണവും കണ്ടെത്തുന്നതിന് ധാരാളം ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു സിദ്ധാന്തത്തിന് പോലും മൺസൂണിനെ പൂർണ്ണമായിട്ട് വിവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മൺസൂണിന്റെ കാരണങ്ങളും പ്രധാന സവിശേഷതകളുമാണ് ഇനി പറയാൻ പോകുന്നത്. മൺസൂണിന്റെ ആരംഭം, മഴക്കാറ്റുകൾ, മൺസൂണിലെ ഇടവേള, ഇവയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൺസൂണിന്റെ ആരംഭം. അപ്പം നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യം ആദ്യം വായിക്കാം, എന്നിട്ടത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വേനൽക്കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായി ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവഹിക്കുന്നതിന് കാരണം എന്നായിരുന്നു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യൻ്റെ നേർരേഖയിലുള്ള രശ്മികൾ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിരിക്കും. അതിനാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം അതിയായി ചൂടുപിടിക്കുകയും വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് തെക്കൻ സമുദ്രഭാഗങ്ങളിലെ ഉയർന്ന മർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് കാറ്റ് എവിടേക്കാണ് വീശുക? വടക്കോട്ട് ആകർഷിക്കപ്പെടുന്നു. തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മുറിച്ചു കടക്കുമ്പോൾ ദിശ മാറി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇവയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഒന്നുകൂടെ പറയാം. വേനൽക്കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായ രീതിയിലാണ് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നത്. മൺസൂണിൻ്റെ ആരംഭത്തിന് കാരണം ഇതാണ് എന്നാണ് 19ാം നൂറ്റാണ്ട് അവസാനം വരെ എല്ലാവരും കരുതി പോന്നിരുന്നത്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കുള്ള വിസ്തൃതമായ കരഭാഗം നന്നായി ചൂട് പിടിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് നിന്ന് തീവ്രമായ ന്യൂനമർദ്ദം അനുഭവപ്പെടുകയും ഈ ന്യൂനമർദ്ദം തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മറികടന്നു വരുമ്പോൾ ദിശാമാറ്റം സംഭവിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കാണ് എത്തുന്നത്. ഇവയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ പിൻവാങ്ങിയതിന് ശേഷം മാത്രമാണ് പൂർവ്വ ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നത്. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ് ഇന്ത്യയിൽ മൺസൂൺ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകുന്നത്. പശ്ചിമ ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷം 15 ഡിഗ്രി നോർത്ത് അക്ഷാംശ പ്രദേശത്ത് പൂർവ്വ ജെറ്റ് പ്രവാഹം രൂപപ്പെടുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ പെട്ടെന്ന് ശക്തമായിട്ട് ആരംഭിക്കുന്നത്. അടുത്തത് മൺസൂണിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നോക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ാം തീയതിയോടെ കേരള തീരത്ത് എത്തുകയും വളരെ വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ജൂൺ 1-ാം തീയതിയോടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരള തീരത്ത് എത്തുന്നു. എന്നാൽ ജൂൺ 10-നും 13-നും മധ്യേ ഇത് മുംബൈ തീരത്തും കൊൽക്കത്തയിലും എത്തുന്നു. ജൂലൈ മധ്യത്തോടെ മൺസൂൺ ഇന്ത്യയിലൊട്ടാകെ വ്യാപിക്കുന്നു. ജൂലൈ മധ്യത്തോടെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജ്യം മുഴുവൻ വ്യാപിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ നിനോയും ഇന്ത്യൻ മൺസൂണും. ഓരോ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവിൽ ഒരിക്കൽ സംഭവിക്കാനുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. ഓരോ 3 വർഷം മുതൽ 7 വർഷം കാലയളവിനുള്ളിൽ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് ഇത്, എൽ നിനോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് ഈ എൽ നിനോ കാരണമാകുന്നു. സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ
പെറു തീരത്ത് ഉഷ്ണജല പ്രവാഹങ്ങളായിട്ടാണ് എൽ നിനോ പ്രത്യക്ഷപ്പെടുന്നത്. ഇവ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നു. എൽ നിനോ എന്ന പദത്തിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. ഈ ജലപ്രവാഹം ഡിസംബറിൽ ക്രിസ്തുമസോടെയാണ് പെറുവിലെത്തുന്നത്. പെറുവിൽ ഡിസംബർ വേനൽക്കാല മാസമാണ്. അപ്പോൾ എൽ നിനോ എന്നത് പസഫിക് സമുദ്രത്തിലെ പെറു തീരത്തുള്ള ഉഷ്ണജല പ്രവാഹങ്ങളാണ് എൽ നിനോ. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ഈ എൽ നിനോയ്ക്ക് കഴിയും. അതുപോലെ എൽ നിനോ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉണ്ണിയേശു എന്നാണ് എൽ നിനോ എന്ന പദത്തിന്റെ അർത്ഥം. ബാക്കി ഭാഗം നോക്കാം. എൽ നിനോ മധ്യരേഖാ ഉഷ്ണജല പ്രവാഹത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ്. പെറുവിയൻ തീരത്തെ താപനിലയെ ഈ പ്രവാഹങ്ങൾ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. ഇത് താഴെ പറയുന്ന ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂമധ്യരേഖയിലെ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജലത്തിന്റെ ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. സമുദ്രങ്ങളിൽ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുന്നു. അപ്പൊ എൽ നിനോയുടെ പ്രത്യാഘാതങ്ങളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഭൂമധ്യരേഖയിലെ വായു ചംക്രമണത്തെ ഇത് തടസ്സപ്പെടുത്തുന്നു. അതുപോലെ സമുദ്രജല ബാഷ്പീകരണത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. സമുദ്രജലത്തിന്റെ ബാഷ്പീകരണം എന്താകുന്നുണ്ട്? ക്രമരഹിതമാക്കുന്നുണ്ട്. അതുപോലെ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളുടെ അളവിൽ കുറവ് വരുത്തുകയും കടലിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു. എൽ നിനോ ഇന്ത്യൻ മഴയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇന്ത്യയിൽ മൺസൂൺ ആരംഭിക്കുന്നത് 5 ദിവസം മുതൽ 12 ദിവസം വരെ വൈകിപ്പിക്കാനും വരൾച്ചയ്ക്കും എൽ നിനോ കാരണമാകുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴക്കാറ്റുകളും മഴയുടെ വിതരണവും. ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകളാണുള്ളത്. ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നതും മറ്റൊന്ന് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മഴക്കാറ്റുകളും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന മഴക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് മഴ പെയ്യ്ക്കുന്നത്. എന്നാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയാണ് ഇന്ത്യയിൽ ലഭ്യമാകുന്ന 2ാമത്തെ മഴക്കാറ്റ്. ഇത് ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ മഴ ലഭ്യമാക്കുന്നു. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകളാണുള്ളത്. ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന മഴക്കാറ്റുകളും രണ്ടാമത്തേത് അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മഴക്കാറ്റുകളും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന മഴക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് മഴ പെയ്യ്ക്കുന്നത് എങ്കിൽ അറബിക്കടൽ ശാഖ ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിലാണ് മഴ പെയ്യ്ക്കുന്നത്. ബാക്കി ഭാഗം നോക്കാം. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ ഭൂരിഭാഗവും ശൈലവൃഷ്ടിയാണ് അല്ലെങ്കിൽ പർവ്വതവൃഷ്ടിയാണ്. കാരണം എന്താണ്? ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും പശ്ചിമ തീരത്തുടനീളം മഴ പെയ്യുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രത പ്രധാനമായിട്ടും 2 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പുറം കടൽ കാലാവസ്ഥാ സ്ഥിതികൾ. രണ്ടാമത്തേത് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിന്റെ സ്ഥാനം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? പശ്ചിമഘട്ടത്തിൽ ലഭിക്കുന്ന മഴയിൽ ഭൂരിഭാഗം മഴയും എങ്ങനെയുള്ളതാണ്? പർവ്വത സൃഷ്ടിയാണ് അല്ലെങ്കിൽ ശൈലവൃഷ്ടിയാണ്. ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും പശ്ചിമഘട്ടത്തിലുടനീളം മഴ പെയ്യുകയും ചെയ്യുന്നു. ഈ ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രത പ്രധാനമായിട്ടും 2 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതേതൊക്കെയാണ് 2 ഘടകങ്ങൾ? പുറം കടൽ കാലാവസ്ഥാ സ്ഥിതികളും ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിന്റെ സ്ഥാനം. അടുത്ത ഭാഗം നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെ ആവൃത്തി ഓരോ വർഷവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ITCS അല്ലെങ്കിൽ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖലയുടെ സ്ഥാനമാണ് ഈ ചക്രവാതങ്ങളുടെ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. ITCSന്റെ സ്ഥാനം മൺസൂൺ തടം എന്നറിയപ്പെടുന്നു. മൺസൂൺ തടത്തിന്റെ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ന്യൂനമർദ്ദങ്ങളുടെ സഞ്ചാരപാതയിലും ദിശയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. കൂടാതെ ലഭിക്കുന്ന മഴയുടെ അളവും തീവ്രതയും വർഷാവർഷം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൺസൂൺ ഇടവേള. ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മൺസൂൺ മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ മഴ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ആഴ്ചയിലേക്ക് മഴയൊന്ന് മാറി നിൽക്കും. അതിനുശേഷം മഴ വീണ്ടും പെയ്യാൻ തുടങ്ങും. ഈ ഇടവേളയാണ് മൺസൂൺ ഇടവേള എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് മഴ പെയ്യുകയും അത് കഴിഞ്ഞ മഴ നിൽക്കുകയും 1 അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ പെയ്യാതിരിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങുക. ഈ ഇടവേളയാണ് മൺസൂൺ ഇടവേള എന്നറിയപ്പെടുന്നത്.
മഴക്കാലങ്ങളിൽ ഇത്തരം വരണ്ട ഇടവേളകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം മഴ ഇടവേളകൾ സംഭവിക്കുന്നതിന് പിറകിൽ വ്യത്യസ്തമായ കാരണങ്ങളാണ്. ആ കാരണങ്ങൾ പറയാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ ഭാഗത്തെ മൺസൂൺ തടത്തിലൂടെ കാറ്റുകൾ തുടർച്ചയായി വീശിയില്ലെങ്കിൽ ആ പ്രദേശത്ത് മഴ ലഭിക്കില്ല. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? പശ്ചിമ തീരങ്ങളിൽ മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായിട്ടാണ് വീശുന്നെങ്കിൽ അവിടെ മഴ പെയ്യുമോ? ഇല്ല, അവിടെ മഴ ലഭിക്കാത്ത മൺസൂൺ ഇടവേളകൾ ഉണ്ടാകും. അപ്പോൾ മൺസൂൺ ഇടവേളകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലാണെങ്കിൽ മൺസൂൺ തടത്തിലൂടെ മഴക്കാറ്റുകൾ തുടർച്ചയായിട്ട് വീശിയിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് മഴ ലഭിക്കില്ല. ഇനി പശ്ചിമ തീരങ്ങളിലാണെങ്കിൽ മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായിട്ടാണ് വീശുന്നതെങ്കിൽ അവിടെ മഴ ലഭിക്കാത്ത മൺസൂൺ ഇടവേള ഉണ്ടാകുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഋതുക്കളുടെ താളക്രമം. ഇന്ത്യയിലെ ഋതുക്കളാണ് ഇനി പറയാൻ പോകുന്നത്. ഋതുഭേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയും. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ 4 ഋതുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 ഋതുക്കൾ? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അല്ലെങ്കിൽ വടക്കുകിഴക്കൻ മൺസൂൺ കാലം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഋതുക്കൾ ഏതൊക്കെയാണ്? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. അപ്പൊ ഈ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ശൈത്യകാലം. ശൈത്യകാലത്തെ താപനില എങ്ങനെയായിരിക്കും? വടക്കേ ഇന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മാസത്തിന്റെ മധ്യത്തോടെ ആയിട്ടാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. ഈ ശൈത്യകാലം ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും. നവംബർ ടു ഫെബ്രുവരി വരെ ശൈത്യകാലമായിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്ന് വേഗം പറയാം. ഉത്തരേന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയാണ് ഉത്തരേന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങൾ. മിക്ക സ്ഥലങ്ങളിലും ദൈനംദിന ശരാശരി താപനില എന്ന് പറയുന്നത് 21 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. രാത്രി കാലങ്ങളിലാണെങ്കിലോ താപനില വളരെ കുറവായിരിക്കും. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവ പോലുള്ള സംസ്ഥാനങ്ങളിൽ രാത്രികാലത്തെ താപനില ഖരാങ്കത്തിനും താഴെയായിരിക്കും. ഉത്തരേന്ത്യയിൽ ഇക്കാലത്ത് അനുഭവപ്പെടുന്ന അതിശൈത്യത്തിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ഈ സമയത്ത്, അതായത് ശൈത്യകാലത്ത് അതിശൈത്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കടൽ തീരത്ത് നിന്ന് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രതീരത്തിന്റെ സാന്നിധ്യം ഈ സംസ്ഥാനങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയില്ല. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? സമീപത്തുള്ള ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകും. അപ്പം അതും ശൈത്യം അതിയായി വർദ്ധിക്കാൻ ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം പറയുന്നത് ഫെബ്രുവരി മാസത്തോടെ കാസ്പിയൻ കടലിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ശീതക്കാറ്റ് വീശുന്നു. ഇത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ശീതതരംഗം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയ്ക്കും കാരണമാകുന്നു. ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് അതിശൈത്യം അനുഭവപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ആ 3 കാരണങ്ങൾ? പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കടൽ തീരത്ത് നിന്ന് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനം ഈ സംസ്ഥാനങ്ങളിലൊന്നും അനുഭവപ്പെടുന്നില്ല. അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞ് വീഴ്ച അതിശൈത്യത്തിന് ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം എന്താണ്? ഫെബ്രുവരി മാസത്തോടെ കാസ്പിയൻ കടലിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ശീതക്കാറ്റ് വീശുന്നുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ശീതതരംഗം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയ്ക്കും കാരണമാകും. ഇവിടെ ടെക്സ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു പോകാനേ ഉള്ളൂ. അതൊന്ന് വായിച്ചു നോക്കാം. മൺസൂണിനെ അറിയാൻ കരയിലും കടലിലും അന്തരീക്ഷത്തിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ ആധാരമാക്കി മൺസൂണിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. വടക്കൻ ഓസ്ട്രേലിയയിലെ പോർട്ട് ഡാർവിനിലെയും തെക്ക് കിഴക്കൻ പസഫിക്കിലെ ഫ്രഞ്ച് പോളിനേഷ്യനിൽ ഉൾപ്പെടുന്ന തഹിതിയിലെയും അന്തരീക്ഷമർദ്ദത്തിലെ വ്യത്യാസം കണക്കാക്കുക വഴി ദക്ഷിണ ആന്തോളനത്തിന്റെ ഭാഗമായ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ തീവ്രത കണക്കാക്കാനാകും. 16 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂണിന്റെ സ്വഭാവം പ്രവചിക്കാൻ സാധിക്കും. നമ്മളിവിടെ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ശൈത്യകാലത്തെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വടക്കേ ഇന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മാസത്തിന്റെ മധ്യത്തോടെ ശൈത്യകാലം ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ശൈത്യകാലം.
ഉത്തരേന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഡിസംബർ ജനുവരിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഉപദ്വീപീയ പ്രദേശങ്ങളിൽ നമുക്ക് ഈ ശൈത്യകാലം അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ശീതകാലം കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാറില്ല. അതിന് കാരണം എന്താണ്? തീരപ്രദേശങ്ങളിലെ താപവിതരണത്തിലും കാര്യമായ കാലിക മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല. കാരണം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ മിതപ്പെടുത്തുന്ന സ്വാധീനവും ഭൂമധ്യരേഖയുടെ സാമീപ്യവുമാണ് ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ശൈത്യകാലം നമുക്ക് അനുഭവപ്പെടാതിരിക്കാൻ കാരണം. അടുത്ത് നോക്കാൻ പോകുന്നത് മർദ്ദവും കാറ്റുകളും. ഡിസംബർ അവസാനത്തോടെ സൂര്യന്റെ സ്ഥാനം എങ്ങോട്ടേക്കാ മാറുക? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലേക്ക് എത്തും. ഡിസംബർ അവസാനത്തോടെ സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ഇക്കാലത്ത് ഉത്തരേന്ത്യയിൽ ശക്തി കുറഞ്ഞ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലാണെങ്കിലോ അന്തരീക്ഷ മർദ്ദം അല്പം കുറവായിരിക്കും. വടക്കു പടിഞ്ഞാറൻ ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ന്യൂനപ്രദേശത്തേക്ക് കാറ്റ് വീശും. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കുറഞ്ഞ മർദ്ദ വ്യതിയാനം മൂലം കാറ്റിന് വേഗത കുറവായിരിക്കും. പ്രദേശത്തിന്റെ ഭൂപ്രകൃതി കാറ്റിന്റെ വേഗതയെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ശൈത്യകാലത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ തികച്ചും പ്രസന്നമായിരിക്കും. എന്നാൽ ഹിതകരമായ ഈ കാലാവസ്ഥയെ ചില ചക്രവാതങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ ചക്രവാതങ്ങളാണ് നമ്മുടെ ശൈത്യകാലത്തെ കാലാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നത് നോക്കാം. ശീതകാല മൺസൂൺ കാറ്റ് കരയിൽ നിന്ന് കടലിലേക്കാണ് വീശുന്നത്. അതിനാൽ ഇത് മഴ പെയ്യിക്കുന്നില്ല. ശീതകാല മൺസൂൺ കാറ്റ് മഴ പെയ്യിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ കാറ്റിൽ വളരെ കുറച്ച് ആർദ്രത മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാരണം എന്താണ്? കരയിലെ പ്രതിചക്രവാതങ്ങൾ ഇവയിൽ മഴ പെയ്യിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് മഴ പെയ്യാതിരിക്കാൻ കാരണം. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ശൈത്യകാലത്ത് മഴ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന് പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ശൈത്യകാലത്ത് ചില സമയങ്ങളിൽ മഴയുണ്ടാകാറുണ്ട്. മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്ത് നിന്ന് വരുന്ന ദുർബലമായ മിതോഷ്ണ ചക്രവാതങ്ങളാണ് ഇവിടെ മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത്. മഴയുടെ അളവ് കുറവായിരിക്കും, എന്നാലും ഇവ റാബി വിളകൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള മഴയാണ്. പിന്നെ പറയുന്നത് മധ്യ ഇന്ത്യ, തെക്കൻ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കു ഭാഗങ്ങൾ, അരുണാചൽ പ്രദേശ്, ആസാം എന്നിവിടങ്ങളിലും ശൈത്യകാലത്ത് ചെറിയ തോതിൽ മഴയുണ്ടാവാറുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം എന്നിവിടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ച് ഈർപ്പം ഉൾക്കൊള്ളുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റാണ് ഈ സമയങ്ങളിൽ എവിടെ മഴ പെയ്യിക്കുന്നത്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, കേരളം എന്നിവിടങ്ങളിലൊക്കെ മഴ പെയ്യിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉഷ്ണകാലമാണ്. ആദ്യം പഠിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മാർച്ച് മാസത്തിൽ സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതോടുകൂടി താപനില ഉയരാൻ തുടങ്ങും. ഉഷ്ണകാലത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള താപനിലകളാണ് അനുഭവപ്പെടുന്നത്. 30 ഡിഗ്രി സെൽഷ്യസ് മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഉഷ്ണകാലമാണ്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ താപനില കുറവാണ്. ഉത്തരേന്ത്യയിൽ അത്രയും താപനില നമുക്ക് ദക്ഷിണേന്ത്യയിൽ അനുഭവപ്പെടുന്നില്ല. അതിനാൽ ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലം ഉത്തരേന്ത്യയെ പോലെ അത്ര കഠിനമല്ല. ഉപദ്വീപീയ സ്ഥാനവും സമുദ്ര സാമീപ്യവുമാണ് ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലത്ത് താപനില കുറയാനുള്ള കാരണം. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഉഷ്ണകാലത്ത് താപനില കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഉപദ്വീപീയ സ്ഥാനവും സമുദ്ര സാമീപ്യവുമാണ്. ഉഷ്ണകാലത്ത് പശ്ചിമഘട്ടത്തിലെ കുന്നുകളിൽ താപനില ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. പശ്ചിമഘട്ടത്തിന് ഉയരം കൂടുതലുള്ളത് കൊണ്ടാണ് ഉഷ്ണകാലത്ത് ഇവിടെ താപനില കുറയാൻ കാരണം. ഉത്തരേന്ത്യയിലെ വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഉത്തരേന്ത്യയിൽ വേനൽക്കാല മാസങ്ങളിൽ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം കുറയുകയും ചൂട് അതിയായിട്ട് ഉയരുകയും ചെയ്യും. ഉത്തരേന്ത്യയിലെ ഈ കാലത്ത് ലൂ എന്നറിയപ്പെടുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് വീശാൻ തുടങ്ങും. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ITCSന്റെ കേന്ദ്രഭാഗത്താണ് ഈ ലൂ എന്ന കാറ്റ് രൂപപ്പെടുന്നത്. പലപ്പോഴും ഇവ അർദ്ധരാത്രി വരെയൊക്കെ നീണ്ടു നിൽക്കും.
പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇക്കാലത്ത് സാധാരണയായിട്ട് പൊടിക്കാറ്റുകളും വീശാറുണ്ട്. ഇവ ചെറിയ തോതിലുള്ള മഴയ്ക്കും നേരിയ കാറ്റിനും കാരണമാവും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാദേശിക കാറ്റുകൾ അതികഠിനമായിട്ടുള്ള വേനൽ ചൂടിൽ നിന്നും ഉത്തരേന്ത്യൻ സമതലങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ചില സമയങ്ങളിൽ വരണ്ട വായുവും ആർദ്രതയാർന്ന വായുവും തമ്മിൽ പെട്ടെന്ന് സമ്പർക്കമുണ്ടാവുകയും അതുമൂലം ശക്തമായിട്ടുള്ള പ്രാദേശിക കൊടുങ്കാറ്റുകൾ രൂപം കൊള്ളാനും സാധ്യതയുണ്ട്. ഈ പ്രാദേശിക കൊടുങ്കാറ്റുകൾ ശക്തമായ മഴയ്ക്കും കാറ്റിനും പേമാരിക്കും ആലിപ്പഴ വർഷത്തിനും കാരണമാകുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഉഷ്ണകാലത്തെ ചില പ്രാദേശിക കാറ്റുകളെ പറ്റിയിട്ടാണ്. ആദ്യം പറയുന്നത് മാമ്പഴക്കാറ്റ് അല്ലെങ്കിൽ മാംഗോ ഷവർ. കേരളത്തിലും കർണാടകത്തിലും വേനൽക്കാലത്തിൻ്റെ അവസാന നാളുകളിൽ വേനൽ മഴക്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് മാമ്പഴക്കാറ്റ് എന്ന് വിളിക്കുന്നത്. മൺസൂണിന് മുന്നോടിയായാണ് ഈ കാറ്റുകൾ എത്തുന്നത്. മാമ്പഴം നേരത്തെ തന്നെ പഴുത്ത് പാകമാക്കാൻ സഹായിക്കുന്നതിനാലാണ് ഇവ മാമ്പഴക്കാറ്റ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, മാംഗോ ഷവർ അല്ലെങ്കിൽ മാമ്പഴക്കാറ്റ്. കേരളത്തിലും കർണാടകത്തിലും വേനൽക്കാലത്തിൻ്റെ അവസാന നാളുകളിലായിട്ട് വേനൽ മഴക്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഈ വേനൽ മഴക്കാറ്റുകളെയാണ് മാമ്പഴക്കാറ്റ് അല്ലെങ്കിൽ മാംഗോ ഷവർ എന്നറിയപ്പെടുന്നത്. ഈ മാംഗോ ഷവർ വരുന്നത് എപ്പോഴാണ്? മൺസൂണിന് മുന്നോടിയായിട്ടാണ് ഈ കാറ്റുകൾ എത്തുന്നത്. മാമ്പഴം നേരത്തെ തന്നെ പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നതിനാലാണ് ഇവ മാമ്പഴക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ബ്ലോസം ഷവർ, അതായത് കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി ചെടികൾ പൂക്കുന്നത് ഈ മഴയോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മഴ കാപ്പി പൂമഴ എന്നറിയാൻ കാരണം. അടുത്തത് നോർവെസ്റ്റർ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നർത്ഥം വരുന്ന കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം നോർവെസ്റ്റർ അറിയപ്പെടുന്നത് എന്താണ്? കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിലാണ്. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നാണ് കാൽ ബൈശാഖിയുടെ അർത്ഥം. അപ്പം നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതിവിനാശകരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കാറ്റാണിത്, അല്ലേ? തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് ഈ കാറ്റുകൾ ഗുണകരമാണ്. ആസാമിൽ ബർദോളി ചീര എന്ന പേരിലാണ് ഈ കാറ്റ് അറിയപ്പെടുന്നത്. അപ്പം നോർവെസ്റ്ററിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ എന്ന് പറഞ്ഞു. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്ന കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിലാണ് നോർവെസ്റ്റർ അറിയപ്പെടുന്നത്. ആസാമിൽ നോർവെസ്റ്റർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബർദോളി ചീര എന്ന പേരിലാണ് ആസാമിൽ അറിയപ്പെടുന്നത്. തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് നോർവെസ്റ്റർ കാറ്റുകൾ വളരെ ഗുണകരമാണ്. അടുത്ത കാറ്റാണ് ലൂ. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെ വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഡൽഹിക്കും പാട്നയ്ക്കും ഇടയിലാണ് ഇതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പം വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന കാര്യം ഓർത്തു വയ്ക്കുക. അപ്പം ഉഷ്ണകാലത്തെ ഏതൊക്കെ പ്രാദേശിക കാറ്റുകളെ പറ്റിയിട്ട് നമ്മളിവിടെ പഠിച്ചത്? ആദ്യം പഠിച്ചത് മാമ്പഴക്കാറ്റ്. കേരളത്തിലും കർണാടകത്തിലും വേനൽക്കാലത്തിൻ്റെ അവസാനത്തോടു കൂടി വീശുന്ന വേനൽ മഴക്കാറ്റുകളാണ് മാമ്പഴക്കാറ്റ് എന്നറിയപ്പെടുന്നത് പഠിച്ചു. മൺസൂണിന് മുന്നോടിയായിട്ടാണ് ഈ കാറ്റുകൾ എത്തുന്നത്. മാമ്പഴം നേരത്തെ തന്നെ പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നതിനാലാണ് ഇവ മാമ്പഴക്കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പഠിച്ചത് ബ്ലോസം ഷവർ, കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി ചെടികൾ പൂക്കുന്നത് ഈ മഴയോട് കൂടിയിട്ടാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നോർവെസ്റ്റർ കാറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഒരു കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. വൈശാഖ മാസത്തിലെ ദുരന്തം എന്നറിയപ്പെടുന്ന കാൽ ബൈശാഖി എന്ന പ്രാദേശിക നാമത്തിലാണ് നോർവെസ്റ്റർ അറിയപ്പെടുന്നത്. ആസാമിൽ നോർവെസ്റ്റർ എങ്ങനെ അറിയപ്പെടുന്നത്? ബർദോളി ചിര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിവിനാശകരമായ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു കാറ്റാണ് നോർവെസ്റ്റർ. എന്നാലും തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് ഈ കാറ്റുകൾ വളരെ ഗുണകരമാണ്. പിന്നെ പഠിച്ചത് ലൂ. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെ വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ.
ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ഋതുക്കളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിൽ ശൈത്യകാലം പഠിച്ചു, ഉഷ്ണകാലം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ പറ്റിയിട്ടാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് മാസത്തോട് കൂടിയിട്ട് എന്താവും? താപനില വളരെ പെട്ടെന്ന് ഉയരാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കും. അപ്പോൾ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇവ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രം കടന്നു വരുന്ന വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ഈ വാണിജ്യവാദങ്ങളാണെങ്കിൽ ഭൂമധ്യരേഖ മറികടന്നിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം ഭൂമധ്യരേഖ മറികടന്നു വരുമ്പോൾ ധാരാളം നീരാവിയും ആ കാറ്റിനോടൊപ്പം കലർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ നീരാവിയും വഹിച്ചുകൊണ്ട് വരുന്ന കാറ്റ് വളരെ ഈർപ്പസമ്പുഷ്ടമായിട്ടുള്ള കാറ്റുകളായിരിക്കും. ഭൂമധ്യരേഖ മറികടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ കാറ്റുകളുടെ ഗതി മാറുന്നത്. അതുകൊണ്ടാണ് ഈ കാറ്റുകളെ എന്ത് വിളിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് മാസത്തോടു കൂടി താപനില വളരെ പെട്ടെന്ന് ഉയരും. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കും. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇവ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രം കടന്നു വരുന്ന വാണിജ്യവാദങ്ങളെ ആകർഷിക്കും. ഈ വാണിജ്യവാദങ്ങളാണെങ്കിൽ ഭൂമധ്യരേഖ മറികടന്നിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഭൂമധ്യരേഖ മറികടക്കുമ്പോൾ ധാരാളം നീരാവിയും അതോടൊപ്പം കലരുന്നുണ്ട്. അതിനാൽ തന്നെ ഇവ ഈർപ്പസമ്പുഷ്ടമായിട്ടുള്ള കാറ്റുകളാണ്. ഭൂമധ്യരേഖ മറികടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഈ കാറ്റുകളുടെ ഗതി മാറുന്നത്. അതുകൊണ്ടാണ് ഈ കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ബാക്കി ഭാഗം നോക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് മഴയുടെ ആരംഭം വളരെ പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. ആദ്യ മഴയോടെ തന്നെ അന്തരീക്ഷത്തിലെ താപനില എന്താവും? വളരെ ഗണ്യമായിട്ട് കുറയുന്നു. ശക്തമായ ഇടിമിന്നലോടുകൂടി എത്തുന്ന ജലബാഷ്പം നിറഞ്ഞ ഇത്തരം മഴക്കാറ്റുകളെ പെട്ടെന്നുള്ള വരവിനെയാണ്, അതായത് മൺസൂണിന്റെ പൊട്ടിപ്പുറപ്പെടൽ എന്നാണ് അറിയപ്പെടുന്നത്. കേരളം, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ജൂൺ മാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ മൺസൂൺ എത്തും. എന്നാൽ രാജ്യത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ ജൂലൈ ആദ്യവാരത്തോട് കൂടിയിട്ട് മാത്രമേ മൺസൂൺ എത്തുകയുള്ളൂ. മൺസൂൺ വന്നെത്തുമ്പോൾ എന്താവും? താപനില വളരെ ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങും. മൺസൂൺ ഉപഭൂഖണ്ഡത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? 2 ശാഖകളായിട്ടാണ് മൺസൂൺ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നത്. ഏതൊക്കെയാണ് ആ ശാഖകൾ? ഒന്നാമത്തെ ശാഖ അറബിക്കടൽ ശാഖ, രണ്ടാമത്തേത് ബംഗാൾ ഉൾക്കടൽ ശാഖ. ബംഗാൾ ഉൾക്കടൽ ശാഖ, അറബിക്കടൽ ശാഖ എന്നിങ്ങനെ 2 ശാഖകളായിട്ടാണ് മൺസൂൺ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് അറബിക്കടലിലെ മൺസൂൺ കാറ്റുകളെ പറ്റിയിട്ടാണ്. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ വീണ്ടും 3 ശാഖകളായിട്ടാണ് പിരിയുന്നത്. ഒരു ശാഖയെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തും. മലനിരകളുടെ ചരിവുകൾ കയറി 1200 മീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഈ കാറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ തണുക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് സഹ്യാദ്രിയിലും പശ്ചിമ തീര സമതലങ്ങളിലും അതിശക്തമായ മഴ ലഭിക്കും. പശ്ചിമഘട്ട മലനിരകൾ കടന്നു കഴിയുമ്പോൾ ഈ കാറ്റുകൾ താഴേക്ക് പതിക്കുകയും തന്മൂലം ചൂടാവുകയും ചെയ്യുന്നു. ഇത് കാറ്റിലെ ഈർപ്പം കുറയുന്നതിന് കാരണമാകുന്നു. അതിനാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് കുറഞ്ഞ അളവിൽ മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ മഴ കുറഞ്ഞ പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അറബിക്കടൽ മൺസൂണിന്റെ രണ്ടാമത്തെ ശാഖ മുംബൈ ഭാഗത്തേക്ക് നീങ്ങുന്നു. അത് നർമ്മദ, താപ്തി താഴ്വരകളിലൂടെ സഞ്ചരിച്ച് മധ്യ ഇന്ത്യയിൽ മഴ പെയ്യ്ക്കുന്നു. അതിനുശേഷം അവ ഗംഗാ സമതലത്തിലെത്തി ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേരുന്നു. അറബിക്കടൽ മൺസൂണിന്റെ മൂന്നാമത്തെ ശാഖ സൗരാഷ്ട്ര ഉപദ്വീപിലും കച്ച് മേഖലയിലും വീശിയടിക്കുന്നു. ഇതിനുശേഷം പശ്ചിമ രാജസ്ഥാനിലും ആരവല്ലി കുന്നുകളിലും നേരിയ തോതിൽ മഴ നൽകിക്കൊണ്ട് ഇവ കടന്നുപോകുന്നു. പഞ്ചാബിലും ഹരിയാനയിലും വെച്ച് ഇവ ബംഗാൾ ഉൾക്കടൽ ശാഖയുമായി ചേരുന്നു. പരസ്പരം കൂടിച്ചേരുമ്പോൾ ഈ ശാഖകൾ ശക്തി ആർജിക്കുകയും പശ്ചിമ ഹിമാലയൻ പ്രദേശങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ പഠിച്ചത് അറബിക്കടലിലെ മൺസൂൺ കാറ്റുകളെ പറ്റിയിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ 3 ശാഖകളായിട്ട് പിരിയുന്നു എന്ന് പഠിച്ചു. ആദ്യത്തെ ശാഖയെ ആരാ തടഞ്ഞു നിർത്തുന്നത്? പശ്ചിമഘട്ട മലനിരകളാണ് തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഈ കാറ്റ് മലനിരകളുടെ ചെരുവുകളിലൂടെയൊക്കെ കയറി 1200 മീറ്റർ ഒക്കെ ഉയരത്തിലെത്തുമ്പോൾ ഈ കാറ്റുകൾ വളരെ പെട്ടെന്ന് തണുക്കും. അങ്ങനെ തണുക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് സഹ്യാദ്രിയിലും പശ്ചിമ തീര സമതലങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. അതിനുശേഷം പശ്ചിമഘട്ട മലനിരകൾ കടന്നു കഴിയുമ്പോൾ ഈ കാറ്റ് എന്താവും? നേരെ താഴേക്ക് പതിക്കാൻ തുടങ്ങും. താഴേക്ക് പതിക്കുന്നത് മൂലം
കാറ്റ് ചൂടാവാനും കാറ്റിലെ ഈർപ്പമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കുറഞ്ഞ അളവിൽ മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ എന്താ അറിയപ്പെടുന്നത്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശാഖയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ ശാഖ എങ്ങോട്ടാണ് പോകുന്നത്? അറബിക്കടൽ മൺസൂണിൻ്റെ രണ്ടാമത്തെ ശാഖ മുംബൈ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. ഇത് നർമ്മദ, താപ്തി താഴ്വരകളിലൂടെ സഞ്ചരിച്ച് മധ്യ ഇന്ത്യയിൽ മഴ പെയ്യിക്കും. അതിനുശേഷം അവ ഗംഗാ സമതലത്തിലെത്തി ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേരും. അടുത്തത് അറബിക്കടൽ മൺസൂണിൻ്റെ മൂന്നാമത്തെ ശാഖ സൗരാഷ്ട്ര ഉപദ്വീപിലും കച്ച് മേഖലയിലും വീശിയടിക്കും. അതിനുശേഷം പശ്ചിമ രാജസ്ഥാനിലും ആരവല്ലി കുന്നുകളിലും നേരിയ തോതിൽ മഴ നൽകിക്കൊണ്ട് കടന്നുപോകും. പഞ്ചാബിലും ഹരിയാനയിലും വെച്ച് ഇവ ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് ചേരുന്നു. പരസ്പരം കൂടിച്ചേരുമ്പോൾ ഈ ശാഖകൾ ശക്തി ആർജിക്കുകയും പശ്ചിമ ഹിമാലയൻ പ്രദേശങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകളുടെ 3 ശാഖകളെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാൾ ഉൾക്കടൽ ശാഖയെ പറ്റിയിട്ടാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ മ്യാൻമാറിലും ബംഗ്ലാദേശിലും വീശിയടിക്കുന്നു. മ്യാൻമാർ തീരത്തുള്ള അരക്കൻ കുന്നുകൾ അവയെ തടഞ്ഞു നിർത്തുകയും അതിൽ നല്ലൊരു ഭാഗത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിനാൽ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും മൺസൂൺ എത്തുന്നത് തെക്കു നിന്നും തെക്കു കിഴക്കൻ ദിശയിൽ നിന്നുമാണ്. ഇവിടെ വെച്ച് ഈ മൺസൂൺ ശാഖ വീണ്ടും 2ആയി പിരിയുന്നു. ഇതിൻ്റെ ഒരു ശാഖ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പഞ്ചാബ് സമതലം വരെ എത്തുന്നു. മറ്റേ ശാഖ ബ്രഹ്മപുത്ര താഴ്വരയിലൂടെ സഞ്ചരിച്ച് അവിടെ വ്യാപകമായി മഴ പെയ്യിക്കുന്നു. ഇത് വീണ്ടും ഉപശാഖകളായി പിരിയുകയും അതിലൊന്ന് ഗാരോ ഖാസി കുന്നുകളിൽ വീശിയടിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രാം. മേഘാലയത്തിലെ ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രാം സ്ഥിതി ചെയ്യുന്നത്. ഇക്കാലത്ത് തമിഴ്നാട് തീരങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതിനാൽ ആ പ്രദേശങ്ങളിൽ കടുത്ത വരൾച്ചയും അനുഭവപ്പെടുന്നു. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. തമിഴ്നാട് തീരങ്ങളിൽ മഴ പെയ്യാതിരിക്കാനുള്ള 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, തമിഴ്നാട് തീരം മൺസൂൺ കാറ്റുകളുടെ ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. രണ്ടാമതായി, മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയുടെ മഴനിഴൽ പ്രദേശത്താണ് തമിഴ്നാട് തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് തമിഴ്നാട് തീരത്ത് മഴ ലഭിക്കാത്തത്. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ പറഞ്ഞത് ബംഗാൾ ഉൾക്കടൽ ശാഖയെ പറ്റിയിട്ടാണ്. ഒന്നുകൂടെ പറയാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ എവിടേക്കാണ് വീശുന്നത്? മ്യാൻമാറിലും ബംഗ്ലാദേശിലുമാണ് വീശിയടിക്കുന്നത്. മ്യാൻമാർ തീരത്തുള്ള അരക്കൻ കുന്നുകൾ ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയെ തടഞ്ഞു നിർത്തുകയും അതിൽ നല്ലൊരു ഭാഗത്തെ തടഞ്ഞു നിർത്തിയിട്ട് നല്ലൊരു ഭാഗം കാറ്റിനെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിനാൽ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും മൺസൂൺ എത്തുന്നത് തെക്ക് നിന്നും തെക്കു കിഴക്കൻ ദിശയിൽ നിന്നുമാണ്. ഇവിടെ വെച്ച് ഈ മൺസൂൺ ശാഖ വീണ്ടും രണ്ടായിട്ട് പിരിയുന്നു. അതിൻ്റെ ഒരു ശാഖ എങ്ങോട്ടാണ് പോകുന്നത്? പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് പഞ്ചാബ് സമതലം വരെ എത്തുന്നു. മറ്റേ ശാഖയാണെങ്കിൽ ബ്രഹ്മപുത്ര താഴ്വരയിലൂടെ സഞ്ചരിച്ചിട്ട് അവിടെ വ്യാപകമായിട്ട് മഴ പെയ്യിക്കുന്നു. ഇത് വീണ്ടും ഉപശാഖകളായിട്ട് പിരിയുകയും അതിലൊരു ശാഖ ഗാരോ ഖാസി കുന്നുകളിലേക്ക് വീശുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായി അറിയപ്പെടുന്നത് മൗസിൻഡ്രാമിലാണ്. മൗസിൻഡ്രാം സ്ഥിതി ചെയ്യുന്നത് മേഘാലയത്തിലെ ഖാസി കുന്നുകളിലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ തമിഴ്നാട് തീരത്ത് മഴ ലഭിക്കുന്നില്ല. അതിന് 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്താണ്? തമിഴ്നാട് തീരം മൺസൂൺ കാറ്റുകളുടെ ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്താണ്? മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയുടെ മഴനിഴൽ പ്രദേശത്താണ് തമിഴ്നാട് തീരം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തമിഴ്നാട് തീരത്തിന് മഴ ലഭിക്കാത്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൺസൂൺ മഴയുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ്. ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് മൺസൂൺ മഴ കാലിക സ്വഭാവമുള്ളവയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ കാലം. രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് നോക്കാം. ഭൂപ്രകൃതിയാണ് മൺസൂൺ മഴയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന്, കാറ്റിന് അഭിമുഖമായി കിടക്കുന്ന പശ്ചിമഘട്ട ഭാഗങ്ങളിൽ 250 സെൻറ്റിമീറ്ററിൽ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നത് വടക്കുകിഴക്കൻ കുന്നുകളിലെയും കിഴക്കൻ ഹിമാലയത്തിൻ്റെയും സ്വാധീനത്താലാണ്. മൂന്നാമത്തെ സവിശേഷത എന്താണ്? കടലിൽ നിന്ന് അകന്നു പോകുന്തോറും മൺസൂൺ മഴയുടെ അളവ് കുറയുന്നു.
സമുദ്ര സാമീപ്യം മഴയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. നാലാമത്തെ സവിശേഷത എന്താണ്? മൺസൂൺ മഴയുടെ ഒരു പ്രധാന സവിശേഷതയാണ് ഇതിൻ്റെ ഇടവേള എന്ന് പറയുന്നത്. ഏതാനും ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ശേഷം മൺസൂൺ മഴയിൽ മഴരഹിതമായ ഇടവേളകൾ ഉണ്ടാകാറുണ്ട്. ഇത് മൺസൂണിലെ ഇടവേളകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴലിക്കാറ്റും കരയിലേക്കുള്ള അവയുടെ കടന്നുവരവുമാണ് ഈ മഴരഹിത ഇടവേളകൾ ഉണ്ടാകുന്നതിന് കാരണം. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് വേനൽ മഴ അതിശക്തമാണ്. ഇത് വലിയ തോതിലുള്ള നീരൊഴുക്കിനും മണ്ണൊലിപ്പിനും കാരണമായി തീരുന്നു. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൺസൂൺ പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യത്ത് മൊത്തം ലഭിക്കുന്ന മഴയുടെ 4/3 ഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം മൺസൂൺ മഴയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്തത് മൺസൂൺ മഴയുടെ പ്രാദേശിക വിതരണം അസന്തുലിതമായിട്ടാണ്. 12 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയുള്ള വിവിധ അളവുകളിലാണ് വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത്. അടുത്ത സവിശേഷത എന്താണ്? മൺസൂൺ മഴയിൽ കാലതാമസം ഉണ്ടാകാറുണ്ട്. ചില വർഷങ്ങളിൽ മഴ വൈകിയാണ് എത്തുന്നത്. രാജ്യത്ത് മൊത്തമായോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മാത്രമായിട്ടോ മഴ വൈകിയെത്തും. അവസാനത്തെ സവിശേഷതയായിട്ട് പറയുന്നത് മൺസൂൺ മഴയിൽ അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട്. ചില വർഷങ്ങളിൽ മൺസൂൺ മഴ പതിവിലും നേരത്തെ അവസാനിക്കുന്നു. ഇത് നിലവിലുള്ള വിളകളുടെ നാശത്തിന് കാരണമാകുന്നു. ഒപ്പം ശീതകാല വിളകൾ കൃഷി ചെയ്യുന്നതിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മൺസൂൺ മഴയുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഒന്നുകൂടെ പറയാം. മൺസൂൺ മഴ എന്ന് പറയുന്നത് കാലിക സ്വഭാവമുള്ളവയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മൺസൂൺ കാലം. ഭൂപ്രകൃതിയാണ് മൺസൂൺ മഴയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? കടലിൽ നിന്ന് അകന്നു പോകുന്തോറും മഴയുടെ അളവ് കുറയുന്നു. സമുദ്ര സാമീപ്യമുള്ളിടത്ത് മഴയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. മൺസൂൺ മഴയുടെ മറ്റൊരു സവിശേഷതയാണ് മൺസൂൺ മഴയ്ക്ക് ഇടയിലുള്ള ഇടവേള. ഏതാനും ദിവസങ്ങളിൽ മഴ നീണ്ടു നിന്നതിന് ശേഷം മൺസൂൺ മഴയിൽ മഴരഹിത ഇടവേളകൾ ഉണ്ടാകാറുണ്ട്. ഇത് മൺസൂണിലെ ഇടവേളകൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വേനൽ മഴ അതിശക്തമാണ്. ഇതിന് വലിയ തോതിലുള്ള നീരൊഴുക്കിനും മണ്ണൊലിപ്പിനൊക്കെ കാരണമാകാറുണ്ട്. പിന്നെ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൺസൂൺ പ്രധാന പങ്ക് വഹിക്കുന്നു. രാജ്യത്ത് മൊത്തം ലഭിക്കുന്ന മഴയുടെ 4/3 ഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് ലഭിക്കുന്നത്. മൺസൂൺ മഴയുടെ പ്രാദേശിക വിതരണം എങ്ങനെയുള്ളതാണ്? അസന്തുലിതമായിട്ടുള്ളതാണ്. ചില പ്രദേശങ്ങളിൽ നന്നായിട്ട് മഴ ലഭിക്കും, ചില പ്രദേശങ്ങളിൽ മഴയുടെ അളവ് കുറവായിരിക്കും. മൺസൂൺ മഴയിൽ കാലതാമസം ഉണ്ടാകാറുണ്ട്. ചില വർഷങ്ങളിൽ മഴ വൈകിട്ടാണ് എത്താറ്. അത് ചിലപ്പം രാജ്യത്തിൽ മൊത്തമായിട്ട് ലേറ്റ് ആവും, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രം മഴ വൈകിയെത്തും. മറ്റൊരു സവിശേഷതയാണ് മൺസൂൺ മഴയിൽ അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട്. ചില വർഷങ്ങളിൽ മൺസൂൺ മഴ പതിവിലും നേരത്തെ അവസാനിക്കും. ഇത് നിലവിലുള്ള വിളകളുടെ നാശത്തിന് കാരണമാവുകയും ഒപ്പം ശീതകാല വിളകൾ കൃഷി ചെയ്യുന്നതിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. മൺസൂൺ മഴയുടെ സവിശേഷതകളാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം, അതായത് വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകാൻ തുടങ്ങും. സൂര്യൻ്റെ ദക്ഷിണായനത്തോടൊപ്പം ഗംഗാ സമതലത്തിലെ ന്യൂനമർദ്ദ മേഖലയും തെക്കോട്ടു നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് മൺസൂൺ ദുർബലമാകുന്നത്. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെയൊക്കെ ആകുമ്പോഴേക്കും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകാൻ തുടങ്ങും. സെപ്റ്റംബർ ആദ്യ ആഴ്ചയോട് കൂടിയിട്ട് പശ്ചിമ രാജസ്ഥാനിൽ നിന്നും മൺസൂൺ പിൻവാങ്ങുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ രാജസ്ഥാൻ, ഗുജറാത്ത്, പടിഞ്ഞാറൻ ഗംഗാ സമതലം, മധ്യ ഉന്നത തടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് മൺസൂൺ പൂർണ്ണമായും പിൻവാങ്ങുന്നത്. ഒക്ടോബറിൻ്റെ തുടക്കത്തോടെ ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കു ഭാഗങ്ങളിൽ ന്യൂനമർദ്ദം വ്യാപിക്കുന്നു. നവംബറിൻ്റെ ആരംഭത്തോടെ ഇത് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും നീങ്ങുന്നു. ഡിസംബർ മധ്യത്തോടെ ന്യൂനമർദ്ദ കേന്ദ്രം ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നു. തെളിഞ്ഞ ആകാശം, താപനിലയിലെ ഉയർച്ച എന്നിവയാണ് മൺസൂൺ പിൻവാങ്ങലിൻ്റെ ലക്ഷണങ്ങൾ. ഈ സമയത്ത് കര ഈർപ്പം നിറഞ്ഞതായിരിക്കും. അന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയും കൂടിയ ആർദ്രതയും കാലാവസ്ഥയെ ദുസ്സഹമാക്കുന്നു. ഇതാണ് ഒക്ടോബർ ചൂട് അഥവാ കന്നിച്ചൂട് എന്നറിയപ്പെടുന്നത്.
ഇവിടെ നമ്മൾ പഠിക്കുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലത്തെ പറ്റിയിട്ടാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെയൊക്കെ ആവുമ്പോഴേക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താവും, ദുർബലമാവാൻ തുടങ്ങും. സെപ്റ്റംബർ ആദ്യ ആഴ്ചയോട് കൂടിയിട്ടാണ് പശ്ചിമ രാജസ്ഥാനിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ ആവുമ്പോഴേക്കും രാജസ്ഥാന്, ഗുജറാത്ത്, പടിഞ്ഞാറൻ ഗംഗാ സമതലം, മധ്യ ഉന്നത തടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മൺസൂൺ പൂർണ്ണമായിട്ടും പിൻവാങ്ങും. മൺസൂൺ പിൻവാങ്ങലിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തെളിഞ്ഞ ആകാശമായിരിക്കും, താപനിലയിലെ ഉയർച്ച എന്നിവയൊക്കെയാണ് മൺസൂൺ പിൻവാങ്ങലിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഈ സമയത്ത് കര ഈർപ്പം നിറഞ്ഞതായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഒക്ടോബർ ചൂട് അല്ലെങ്കിൽ കന്നിച്ചൂടിനെ പറ്റിയിട്ടാണ്. അന്തരീക്ഷത്തിലെ ഉയർന്ന താപനിലയും കൂടിയ ആർദ്രതയും കാലാവസ്ഥയെ ദുസ്സഹമാക്കുന്നു. ഇതാണ് ഒക്ടോബർ ചൂട് അഥവാ കന്നിച്ചൂട് എന്നറിയപ്പെടുന്നത്. ബാക്കി ഭാഗം നോക്കാം. ഉത്തരേന്ത്യയിൽ ഒക്ടോബർ മാസത്തിന്റെ രണ്ടാം പകുതിയൊക്കെ ആവുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് താപനില കുറയാൻ തുടങ്ങും. മൺസൂണിന്റെ പിന്മാറ്റ കാലത്ത് ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയായിരിക്കും. എന്നാൽ അതേസമയം ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗങ്ങളിലൊക്കെ ഈ കാലത്ത് മഴ ലഭിക്കും. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ആൻഡമാൻ കടലിൽ രൂപം കൊണ്ട് തെക്കൻ ഉപദ്വീപിന്റെ കിഴക്കൻ തീരം കടന്നെത്തുന്ന ചുഴലിക്കാറ്റുകളാണ് ഇക്കാലത്ത് വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നത്. ഈ കാറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാറ്റുകൾ വളരെ വിനാശകാരികളാണ്. കൃഷ്ണ, ഗോദാവരി, കാവേരി നദികളുടെ ജനസാന്ദ്രതയേറിയ ഡെൽറ്റ പ്രദേശങ്ങളിൽ ഇത്തരം ചുഴലിക്കാറ്റുകൾ ഓരോ വർഷവും വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാറുണ്ട്. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവയുടെ തീരങ്ങളിലും ഇത്തരം ചുഴലിക്കാറ്റുകൾ ആഞ്ഞു വീശാറുണ്ട്. കോറമൻഡൽ തീരത്ത് ലഭിക്കുന്ന മഴയിൽ നല്ലൊരു പങ്കും ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ നമ്മൾ പഠിച്ചത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരമ്പരാഗത ഇന്ത്യൻ ഋതുക്കളെ പറ്റിയിട്ട് പഠിക്കണം. അപ്പോൾ അത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.